കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ യുവനർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മാർച്ച് 18 മുതൽ 22 വരെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്രീയ നൃത്തോത്സവം ചിലങ്ക സംഘടിപ്പിക്കുന്നു. യുവതയുടെ നൃത്തോത്സവമായ ചിലങ്കയിൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ള 19 നർത്തകർ പങ്കെടുക്കും. നങ്ങ്യാർകൂത്ത്, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം, കഥക്, ഒഡീസി, സത്രിയ എന്നിങ്ങനെ 8 നൃത്ത ഇനങ്ങളാണ് 5 ദിവസങ്ങളിലായി വേദിയിൽ അണിനിരക്കുക. മാർച്ച് 18 തിങ്കളാഴ്ച വൈകുന്നേരം 5:30 സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചിലങ്ക നൃത്തോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാൻ GS പ്രദീപ് അറിയിച്ചു. ആരംഭിക്കുന്ന ദേശീയ നൃത്തോത്സവത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തുന്നത്. എൻ്റെ പേര് GS പ്രദീപ് എന്നാണ്. വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ്റെ വൈസ് ചെയർമാനാണ്. എന്നോടൊപ്പം ഇതിൽ വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ്റെ സെക്രട്ടറി ശ്രീ മനീഷും ഈ നൃത്തോത്സവത്തിൻ്റെ ക്യൂറേറ്ററായ പ്രശസ്ത നർത്തകിയും ഗുരു ഗോപിനാഥ് നടനഗ്രാമത്തിൻ്റെ വൈസ് ചെയർമാനുമായ ഡോക്ടർ രാജശ്രീ വാര്യരും പങ്കെടുക്കുന്നുണ്ട്. 18-ാം തീയതി മുതൽ 22-ാം തീയതി വരെ 5 ദിവസങ്ങളിലായാണ് ചിലങ്ക ഫെസ്റ്റിവൽ നടക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ചിലങ്ക ഫെസ്റ്റിവൽ പുനരാരംഭിക്കപ്പെടുന്നത്. 19 നർത്തകരാണ് ഈ 5 ദിവസങ്ങളിലായി ഭരതനാട്യം, മോഹിനിയാട്ടം, സത്രിയ, ഒഡീസി, കഥക്, കേരള നടനം, കുച്ചിപ്പുടി, നങ്ങ്യാർകൂത്ത് എന്നിങ്ങനെ വിവിധ നൃത്തരൂപങ്ങളിലായി അവരുടെ പെർഫോമൻസ് അവതരിപ്പിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രതിഭാശാലികളായ നർത്തകർ പങ്കെടുക്കുന്നു. ആദ്യത്തെ ദിവസമുള്ള ഉദ്ഘാടന ചടങ്ങ്, ഹ്രസ്വമായ ഉദ്ഘാടന ചടങ്ങിന് ശേഷം 3 നൃത്തരൂപങ്ങളും 3 നൃത്ത പരിപാടികളും ബാക്കി എല്ലാ ദിവസങ്ങളിലും 4 നൃത്ത പരിപാടികളുമാണ്. എല്ലാ ദിവസവും 5:45 തന്നെ ചിലങ്ക ഫെസ്റ്റിവൽ ആരംഭിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ചിലങ്ക നൃത്തോത്സവത്തിന് കേരളത്തിലെ വിശിഷ്യ തിരുവനന്തപുരത്തെ ദൃശ്യ പത്ര മാധ്യമ പ്രവർത്തകർ നടത്തിയ പിന്തുണ വളരെ വലുതാണ്. ഈ ഒരുപാട് അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളും വേനലും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ വളരെ ആഹ്ലാദകരമായ ഒരു ഉത്സവമായി ചിലങ്ക നൃത്തോത്സവത്തിനെ മാറ്റുകയാണ്. ഇത് 18 മുതൽ 40 വയസ്സുവരെയുള്ള നർത്തകർക്ക് വേണ്ടി നിജപ്പെടുത്തിയ യുവതയുടെ നൃത്തോത്സവം എന്നാണ് ഇതിന് തലക്കെട്ട്. ദൃശ്യ അനിൽ, ഉത്തര ഉണ്ണി, ചെന്നൈയിൽ നിന്ന് കാർത്തിക് മണികണ്ഠൻ, മഹാലക്ഷ്മി സർവേശ്വരൻ, ഡോക്ടർ കലാമണ്ഡലം രജിത രവി, വയലാർ രേവതി വർമ്മ, ശിവാലിക ഖട്ടാരിയ, സന്ധ്യാറാണി പ്രധാൻ, ആർദ്ര രവി, ഡോക്ടർ കലാമണ്ഡലം വീണ വാര്യർ, ശ്രുതി തമ്പുരാട്ടി, ആതിര ഹരിഹരൻ, ശോഭിത് രമേശ്, ദേവിക S നായർ, തീർത്ഥ പൊതുവാൾ, അഞ്ജു പീറ്റർ, അന്വേഷ മഹന്ത, ലക്ഷ്മി രഘുനാഥ്, അരുന്ധതി VA എന്നീ 19 നർത്തകരാണ് ഈ വർഷം ചിലങ്ക നൃത്തോത്സവത്തിൽ ചിലങ്കയണിയുന്നത്. ഈ നൃത്തോത്സവത്തിൻ്റെ ആട്ടവിളക്ക് കൊളുത്തുന്നത് തിരുവനന്തപുരത്തുള്ള പ്രശസ്തരായ 5 വ്യത്യസ്ത നൃത്ത ഗുരുക്കൾ, ഗുരു കലാമണ്ഡലം വിമല മേനോൻ, ഗുരു മൈഥിലി ടീച്ചർ, ഗുരു ഗിരിജാചന്ദ്രൻ, ഗുരു S വിനയചന്ദ്രൻ, കലാമണ്ഡലം സത്യഭാമ, ഗുരു ബാബു നാരായണൻ എന്നീ 5 നൃത്ത ഗുരുക്കൾ തിരുവനന്തപുരത്തുള്ള അധ്യാപകർ ചേർന്നാണ് നിലവിളക്ക് കൊളുത്തുന്നത്. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യും. 19-ാം തീയതി വൈകുന്നേരം 5:30, 18-ാം തീയതി വൈകുന്നേരം 5:30 ഉദ്ഘാടന ചടങ്ങ് നടക്കും. 5 ദിവസവും പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം അതിൻ്റെ പ്രധാന കാര്യം ഇത് ആദ്യം പറഞ്ഞതുപോലെ 18 മുതൽ 40 വയസ്സ് വരെയുള്ള ഇന്ത്യയിലെ പ്രതിഭാശാലികളായ നർത്തകരുടെ വേദിയാണ്. നാളുകളിൽ നാടിൻ്റെ നക്ഷത്രങ്ങളായി കൂടുതൽ തിളങ്ങേണ്ട ആ കലാകാരന്മാർക്കും പ്രോത്സാഹനം നൽകുവാൻ നിങ്ങളുടെ വാക്കും നിങ്ങളുടെ ചിത്രവും നിങ്ങളുടെ വരിയും വഹിക്കുന്ന പങ്ക് ഒട്ടും ചെറുതല്ല. കേരളത്തിലല്ല, ഭാരതത്തിൽ എന്നുള്ളതല്ല, വിശിഷ്യ കേരളത്തിൽ ഉദിച്ചു വന്ന അല്ലെങ്കിൽ ഉയർന്ന ഏത് പ്രതിഭയെയും ഏത് കലാകാരിയെയും കലാകാരനെയും അവരുടെ
കൃത്യമായ പ്രതിഭാ മണ്ഡലങ്ങൾ കണ്ടെത്തുന്നതിലും അതിൽ വിജയം കൈവരിക്കുന്നതിലും ഏറ്റവും വലിയ ഉത്തേജകങ്ങളോ ഉൽപ്രേരകങ്ങളോ ആയി മാറിയത് പത്രമാധ്യമ പ്രവർത്തകരുടെ അതിരറ്റ സഹായം തന്നെയാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് അതിഥികളായി എത്തുന്ന ഈ നർത്തകരോടും നിങ്ങളുടെ അക്ഷരങ്ങളുടെ കനിവും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പത്രപ്രവർത്തകർക്കുള്ള ബ്രോഷറും ബുക്ക്ലെറ്റും പാസും ഇവിടെ വിതരണം ചെയ്യും.